ഹലോ ഹായ് ഞാൻ ഷമീം. ഇന്ന് വീണ്ടും ഡിഫറെൻറ്റ് റെസിപ്പിയാണ്. ഇത് ശരിക്കും ഒരു വ്യത്യസ്തമായ റെസിപ്പിയാണ്. മുമ്പൊന്നും ചെയ്തിട്ടില്ല, എവിടെയും ഞാൻ കണ്ടിട്ടുമില്ല. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു സാധനം. പക്ഷേ ചിക്കൻ ബ്രസ്റ്റാണ്. ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ വരുന്ന ബ്രസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് മാറ്റി വെക്കാൻ. കോഴി ഓർഡർ ചെയ്യുന്ന സമയത്ത് സെപ്പറേറ്റ് ബ്രസ്റ്റ് കട്ട് ചെയ്യില്ല അതുകൊണ്ട് മാറ്റാം. നിങ്ങൾക്ക് നോമ്പിനും ചെയ്യാം, അതല്ലാത്ത സമയത്തും ചെയ്യാം, വെറുതെ വീട്ടിൽ സ്നാക്കായിട്ട് ഉപയോഗിക്കാം. ഇതിൽ ഡയറ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൽ ബട്ടറാണ് യൂസ് ചെയ്തത്. ബട്ടർ നിങ്ങൾക്ക് ഒഴിവാക്കിയിട്ട് സൺഫ്ലവർ ഓയിൽ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് തനതായ കേരള ഫ്ലേവറാണ് വേണ്ടെങ്കിൽ പിന്നെ വെളിച്ചെണ്ണ ചേർത്താൽ മതി. ബാക്കിയൊക്കെ ടിപ്പിക്കലാണ്. ഇപ്പം എൻ്റെ മുന്നിലിവിടെ റോസ്മേരി ഉണ്ട്. ഞാൻ റോസ്മേരി വേണമെങ്കിൽ റോസ്മേരി ഇടാം. അതല്ല എങ്കിൽ ഇതാ കറിവേപ്പിലുണ്ട്. അപ്പോൾ കറിവേപ്പിലാണെങ്കിൽ കറിവേപ്പില ഇടാം. അങ്ങനെ നമുക്ക് എപ്പോഴും കസ്റ്റമൈസ്ഡ്, ഏറ്റവും ഫ്ലേവർഫുൾ, ഏറ്റവും ടേസ്റ്റിയസ്റ്റ് റെസിപ്പിയെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ കൊണ്ടുവരുള്ളൂ അല്ലേ. അപ്പോൾ ഇതിന് മുമ്പത്തെ ഏകദേശം എനിക്ക് തോന്നുന്ന 3 8 റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിക്കൊന്ന് 7 8 റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ പഴയതല്ലേ, ഞാനിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്തതിന് ശേഷം. അപ്പോൾ അത് ട്രൈ ചെയ്തവർ കുറേ പേരുണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തമായിട്ടുള്ള അടിപൊളി റെസിപ്പി. ഇത് ഞാൻ എടുത്തത് ചിക്കൻ ബ്രസ്റ്റ്. ഇങ്ങനെയാണ് ഞാൻ കട്ട് ചെയ്ത് വാങ്ങുക. വെച്ചാൽ നമുക്ക് കോഴിയുടെ 2 ഭാഗങ്ങളാണല്ലോ, ചെസ്റ്റ് പീസ് വെച്ചാൽ ഈ ഭാഗവും ഈ ഭാഗവും. അതാണിത് ബോൺലെസ് ആയിട്ട്. ഇതെപ്പോഴും നമ്മൾ കോഴി വാങ്ങുന്ന സമയത്ത് ബാക്കി നിങ്ങൾ കറിക്കട്ട് ചെയ്തോ, ഇത് കറിക്കട്ട് ആക്കല്ല എന്ന് പറഞ്ഞിട്ട് തന്നെ വാങ്ങാൻ. അല്ലാണ്ട് ഇത് സെപ്പറേറ്റ് വാങ്ങണമെന്നൊന്നുമില്ല. സെപ്പറേറ്റ് വാങ്ങുന്നവർക്ക് സെപ്പറേറ്റ് വാങ്ങാം. അതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെ കോഴി വാങ്ങും. ഇത് മാറ്റി വാങ്ങിയാൽ ഇതിന് പ്രോട്ടീൻസ് കൂടുതലാണ്. മറ്റേ ഹോർമോൺസിൻ്റെ കുത്തിവെപ്പൊക്കെ ആ ലെഗിലാണ് പൊതുവെ കുത്തിവെപ്പ്. അപ്പോൾ ഇത് എന്ന് പറയുന്നത് നമുക്ക് ഹെൽത്തിയസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ സീ ഫുഡിലാണ്. അതേപോലെ തന്നെ കോഴിൻ്റെ പാർട്ടിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീനുള്ള ഏരിയ ഇതാണ്. നോൺ ഫാറ്റ് ഇല്ലാത്ത സാധനമാണ്. ബാക്കി എല്ലായിടത്തും ഫാറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കാം അല്ലേ. കമോൺ. അപ്പോൾ നമുക്ക് ബ്രസ്റ്റ് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ പിന്നെ ഈ ബ്രസ്റ്റ് കട്ട് ചെയ്യുന്നതിൽ ഈ ഒരു ഡിഷിന് വലിയ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് ഞാനിതാ ഇപ്പോൾ എപ്പോഴും പലതവണ ഞാൻ ആ റെസിപ്പീസ് കാണിച്ചിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇവിടെ വെച്ച് ഇത് കൈ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ വെക്കാം. മുകളിൽ വെച്ചിട്ട് ഫ്ലാറ്റായിട്ട് പോവാം. ഇതൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനത്തെ നൈഫുകൾ, ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള ഷെഫ് നൈഫ് എന്ന് ഇതിന് പറയാം. ഷെഫ് നൈഫുകൾ യൂസ് ചെയ്യണം കേട്ടോ. ഇതൊക്കെ കണ്ടോ, ഇങ്ങനെ തുറന്നില്ലേ, ഇതേപോലെ പോവാ. നമ്മൾ കൈമുറിയൊന്നുമില്ല. ഇത് ഇങ്ങനെ വെച്ചിട്ട് നല്ല അമർത്തിയാൽ മതി. ഇതാ കണ്ടോ, ഓരോ ഷീറ്റ് പോലെ വരുന്നു. ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഈ ഒരു പാറ്റേണിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. നമുക്കിങ്ങനെ ഒരു 3-4 പീസസ് കിട്ടിയിട്ട് ഇനി ഇതെന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു പീസിൽ നിന്ന് ഇത് നമ്മുടെ ഇവിടെ ഞാൻ സ്റ്റിക്ക് വാങ്ങിയിട്ടുണ്ട്. ഇത് ലോങ് ഉപയോഗിക്കാം. അതല്ല എങ്കിൽ പിന്നെ ഇതിന് കുറച്ച് നീളമുള്ള, എനിക്കിപ്പോൾ ഈ അടുപ്പിൽ പോകുന്ന സൈസിലുള്ളതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ലേ, മാക്സിമം നേരിയതാണ് എടുക്കുന്നത്. ഞാനിട്ട് ഇവിടെ തന്നെ വെക്കുകയാണേ. കട്ട് ചെയ്താണ്ടില്ലേ. കട്ടിങ് ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബാക്കിയൊക്കെ പിന്നെ ഞാനിപ്പോൾ ഒന്നും മാരിനേഷൻ ചെയ്തിട്ടില്ല. കട്ട് ചെയ്തിട്ട് എല്ലാം സെറ്റ് ആയതിനു ശേഷം നമുക്ക് മാരിനേറ്റ് ചെയ്യാം. എന്താ പറഞ്ഞാൽ മാരിനേറ്റ് ചെയ്തിട്ട് ഇത് നമുക്ക് സ്റ്റിക്കിലേക്ക് കയറ്റാൻ നോക്കിയാൽ നമുക്ക് ആ ഒരു ഓർഡറിൽ കയറ്റാൻ കഴിയില്ല. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ കട്ട് ചെയ്തു. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് 2 ഭാഗമായിട്ട് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഏകദേശം ഇത് നമ്മുടെ ഒരു വിരലിൻ്റെ ഒരു സൈസിലുള്ള നീളത്തിലാണ്. അപ്പോൾ നമ്മൾ സ്റ്റിക്ക് ഉണ്ടല്ലേ, സ്റ്റിക്ക് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോൾ ഇത് വെള്ളത്തിലിട്ട് വെച്ച സ്റ്റിക്ക് എടുത്തിട്ട് കഴുകിയിട്ട് വെള്ളത്തിലിട്ട സ്റ്റിക്ക് എടുത്തിട്ട് ഇത് ഇവിടെ മുകളിൽ പ്രസ് ചെയ്യാം. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഓരോ പീസിൻ്റെ മുകളിൽ ഇതിങ്ങനെ കയറ്റിക്കൊണ്ട് പോവാം. ഇത് നിങ്ങൾക്ക് ഷൈൻ ചെയ്യാൻ പറ്റിയ സാധനമാണ്, മിസ്സാക്കരുത്. അടിപൊളി പ്രസൻറ്റേഷൻ സൂപ്പറായില്ല. ഇതിപ്പോൾ ഒന്ന് ഫുള്ളാക്കി നമ്മൾ. ഓക്കെ, ഏകദേശം ഞാൻ നടുവിലേക്ക് കൊണ്ടുവന്നു. അടുത്ത സ്റ്റിക്ക് എടുത്തു. അതും ഏകദേശം കണ്ടില്ലേ, ഒന്ന് ക്ലോസ് ചെയ്ത് ക്യാമറ ക്ലോസ് വന്നാൽ നമുക്ക് ഏകദേശം മനസ്സിലാവും. ഞാൻ ഇപ്പം ഇങ്ങനെ കാണിച്ചാൽ കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു ലെയേഴ്സ് ഇങ്ങനെ മിസ്സായിട്ട് ഇങ്ങനെ ഉണ്ടാവും. കണ്ട, നിങ്ങൾ ക്ലോസ് വരുവാണെങ്കിൽ ഇതിങ്ങനെ ഉണ്ടാവും. കണ്ടാ, അടിപൊളി പ്രസൻറ്റേഷൻ അല്ലേ. അകത്തേക്ക് പോകുള്ളൂ. നിങ്ങൾ കാണുമ്പോൾ ഇത് വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നും. ഒരു ബുദ്ധിമുട്ടുമില്ല. സാധാരണ ആർക്കും ചെയ്യാൻ പറ്റുന്ന ഈസി മെത്തേഡാണ്. അപ്പോൾ ഇതിൻ്റെ ഈ സൈഡിലേക്കുള്ള വീതിയില്ലേ, ആ വീതി നീളം അത് എത്ര ആയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു സൈസ് ഉണ്ടാവണമെന്നല്ല. ഇതിപ്പോൾ വേറെ സൈസാണ്. പക്ഷേ കട്ട് ചെയ്താലും അടുപ്പിച്ച് തന്നെ വെക്കണം കട്ട് ചെയ്തിട്ട്. എന്നാലേ നമുക്ക് ആ സ്റ്റിക്ക് കുത്തി വെക്കാൻ പറ്റുള്ളൂ. ഇത് ഇപ്പം ഞാൻ ഇങ്ങനെ സ്ട്രിപ്പ് കട്ട് ചെയ്ത് വെച്ചില്ലേ, ഇത് വേറെ ഓപ്ഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഞാൻ ഇതേപോലെ അടിച്ചിട്ട് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ
ഇങ്ങനെ കൊണ്ടുപോവാം. അങ്ങനെ കൊണ്ടുപോയിട്ട് ഇതേപോലെ സ്റ്റിക്ക് ഇങ്ങനെ വെച്ചുകൊടുത്താൽ മതി. ഇതിങ്ങനെ വെച്ചുകൊടുത്താൽ മതി. എന്നാലും നമുക്കെന്താ ഇതിൽ വലിയൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിപ്പം ഇത് കട്ടിങ്ങിൻ്റെ ഒരു ടൈം എന്നല്ലാതെ നല്ല എളുപ്പത്തിലാകുന്നതാണ്. നമുക്ക് സാധാരണ സീ ഫുഡ് കുക്കിംഗ് ടൈം എത്ര എടുക്കൽ? 2 മിനിറ്റ്, അതല്ലെങ്കിൽ പിന്നെ 3 മിനിറ്റ്, ആ സമയങ്ങളൊക്കെ അല്ലേ. ഇതിനും അതേപോലെ തന്നെയാണ്. വളരെ കുറഞ്ഞ കുക്കിംഗ് ടൈമിൽ ഈ സാധനം കുക്കാവും, പെട്ടെന്നാവും. ഇത് സെറ്റാക്കിയിട്ട് നിങ്ങൾ മാരിനേഷൻ എല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഫ്രീസർ അല്ല ഫ്രിഡ്ജിലോ, ഫ്രീസർ എന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളം ഇറങ്ങും. അപ്പോൾ ഫ്രീസറിൽ ഇറങ്ങാതെ ഷില്ലർ എന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വന്നാൽ, ആൾക്കാർ വന്നാൽ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ഒരു 2 to 3 മിനിറ്റ് കൊണ്ട് കുക്ക് ചെയ്ത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി സാധനമാണ്. ഈ മാരിനേഷൻ ഞാൻ ഇപ്പോൾ ഒന്ന് കാണിക്കാം എങ്ങനെയാണ് അതിൻ്റെ മാരിനേഷനൊക്കെ വരേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരു സൈഡേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. ഒരു സൈഡ് യൂസ് ചെയ്തപ്പം തന്നെ എനിക്ക് കിട്ടിയത് 10 പീസാണ്. ആ ലെവലിലാണ് ചെയ്തത്. ആ കട്ടിങ്ങിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ 10 പീസ്, ഞാനിപ്പോൾ 10 പീസേ കുക്ക് ചെയ്യുന്നുള്ളൂ. അതിന് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാനിപ്പം ഇവിടെ കുറച്ച് ഫ്രഷ് ക്രീം, ഇതാ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 1.5 ടേബിൾ സ്പൂൺ ഇത് എടുത്തിട്ടുള്ളൂ ഫ്രഷ് ക്രീം കേട്ടോ. അത്രേ വേണ്ടൂ. ഇതാ അധികമൊന്നും വേണ്ട, നമ്മൾ ആ ഒരു മാരിനേഷനേ ചെയ്യുന്നുള്ളൂ. ഇതിപ്പോൾ ഇത് 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇനി ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഓരോന്നോരോന്ന് നമുക്ക് ഇതിലേക്ക് ആ ബൗളിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇതാ കാശ്മീരി ചില്ലി പൗഡർ 1/2 ടേബിൾ സ്പൂൺ ആണ് ഇടുന്നത്, അധികമില്ല, ഓവർ ഇതൊന്നും ഇടുന്നില്ല. അതേപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതാ മഞ്ഞൾപ്പൊടി കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. അതേപോലെ തന്നെ പെപ്പർ എരിവ് ഉണ്ടായിക്കോട്ടെ, അതുകൊണ്ട് അതും ഒരു 1/2 ടേബിൾ സ്പൂൺ കേട്ടോ. അതിൻ്റെ ഇടയിൽ ആരോ എന്നെ വിളിക്കുന്നുണ്ടല്ലോ. ഒരു മിനിറ്റ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു ഫോൺ വന്നു. നമ്മൾ കഴിഞ്ഞ റെസിപ്പിയിൽ ഇട്ടതിൽ ആ മാരിനേഷൻ്റെ സാധനം പിന്നെ പറയുന്നതിൽ മിസ്സിങ് ഉണ്ടെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ ഒരു വോയിസ് റെക്കോർഡ് ഒന്ന് അയച്ചു കൊടുത്താണ്. അപ്പോൾ ഓക്കെ, ഉപ്പ് കുറച്ച് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഇത് റോസ്മേരിയാണ്, ഫ്രഷാണ്. ഈ ഫ്രഷ് വേണമെങ്കിൽ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതല്ല എങ്കിൽ കറിവേപ്പില കൊടുക്കാം. അപ്പോൾ ഞാനത് ചേർക്കുന്നില്ല, നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് ചേർക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്തിരി വെള്ളം വേണം കേട്ടോ. ഒരു പൊടിക്കേ വെള്ളം വേണ്ട. ഒരു പൊടിക്ക് എന്ന് പറഞ്ഞാൽ ഒരു പൊടിക്ക്. സിമ്പിൾ റെസിപ്പി അല്ലേ. ഞാനിപ്പോൾ നിങ്ങളിപ്പോൾ ക്രീമില്ലെങ്കിൽ പാല് ചേർത്താൽ മതി കേട്ടോ. ഫ്രഷ് ക്രീം നിങ്ങൾക്ക് കോസ്റ്റിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ പാല് ചേർത്തോ. എന്താ പറഞ്ഞാൽ പാലിൻ്റെ ആ ഒരു സ്വീറ്റ്നെസ്സും ഈ സ്പൈസിയും പെപ്പറും ഒക്കെ അതിൽ കയറണം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലേക്ക് വെക്കാം. ഇങ്ങനെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാരിനേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതൊന്ന് വാഷിങ്ങിന് ഇടട്ടെ. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കുന്നതിലേക്ക് പോവാം. നമുക്ക് ഏകദേശം ഒരു പിന്നെ 10 to 15 മിനിറ്റ്സ് ഇത് മാരിനേഷൻ മതി. ഞാനിപ്പോൾ ബട്ടറിലാണ് ചെയ്യാൻ പോകുന്നത്. ബട്ടർ ആൻഡ് കറിവേപ്പില. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവറോ എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാം, നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ ഓക്കെ, കണ്ടിന്യൂ കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ ഗ്യാസ് ഓൺ ആക്കിയിട്ടുണ്ട്. പാൻ ഇടുക, ബട്ടർ ഇടുക കേട്ടോ. അപ്പോൾ നിങ്ങൾ സൺഫ്ലവർ ആണെങ്കിൽ സൺഫ്ലവർ യൂസ് ചെയ്യുക, യാതൊരു പ്രശ്നവുമില്ല. പിന്നെ ഇതിലേക്ക് ബട്ടർ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഗാർലിക് ചോപ്പ് ചെയ്ത് ഇടാം. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില ഇടാം. നിങ്ങൾക്ക് കറിവേപ്പില അല്ലെങ്കിൽ നമ്മളെ ഇതിട്ടാലും മതി. എന്താ പറയുക, റോസ്മേരി ഇടുന്നുണ്ട്, റോസ്മേരി ഇടാം. ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് ഇടാം. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗാർലിക്കിൻ്റെ ഒരു ഫ്ലേവർ അതിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഗാർലിക് ചോപ്പ് ചെയ്ത് ഇടുന്നത് കേട്ടോ. നിങ്ങൾക്ക് പല സമയം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, എൻ്റെ പല റെസിപ്പീസും മുമ്പ് ഗാർലിക്കും ബട്ടറും കൂടിയുള്ള ഒരു റെസിപ്പി ആയിരുന്നില്ലേ. ഭയങ്കര ഫ്ലേവറുള്ളൊരു സാധനം അത് കേട്ടോ. നമ്മളങ്ങനെ വിചാരിക്കുന്ന പോലെ അല്ല ഈ ഒരു കോമ്പിനേഷൻ. ഓക്കെ, ഗാർലിക് ഒന്ന് കുക്കായി വന്നിട്ട് അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലും ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് ചിക്കൻ ഇതിലേക്ക് കയറാം കേട്ടോ. ജസ്റ്റ് ആ ഒരു സ്മെല്ല് വന്നു. ഗാർലിക്കിൻ്റെ കറിവേപ്പിൻ്റെ സ്മെല്ല് വന്നിട്ട് നമുക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് പ്ലേസ് ചെയ്യാം. ഫ്ലാറ്റ് ആയിട്ട് തന്നെ വെക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ എടുക്കുന്നത് നേരെ ഫ്ലാറ്റ് ആയിട്ട് തന്നെ അതിൻ്റെ മുകളിലേക്ക് വെക്കുകയാണ്. പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്ത് നമുക്ക് മറിച്ചിടാം കേട്ടോ. പിന്നെ ഞാൻ ടോങ് എടുക്കാം, നമ്മൾ കൈ പൊള്ളണ്ട. ഓക്കെ, പെട്ടെന്നാവും, വളരെ പെട്ടെന്നാവും. ഇപ്പം തന്നെ മുകളിലേക്ക് കളർ ചേഞ്ചസ് ചെറുങ്ങനെ വരാൻ തുടങ്ങി. ഈ ഏരിയയൊക്കെ കളർ ചേഞ്ച് വരുന്നുണ്ടോ? ആ കളർ ചേഞ്ച് വരുമ്പം തന്നെ നിങ്ങൾ ഇത് മറിച്ചിടണേ. ഇതാ കണ്ടില്ലേ, ഇത് ഇപ്പോൾ കളർ ചേഞ്ചായി. ഫസ്റ്റിലിട്ടത് കളർ ചേഞ്ചായി. പിന്നെ നിങ്ങൾ തിക്നെസ് എത്രത്തോളം അതിൻ്റെ ചെയ്തിട്ടുണ്ടാവും അതിനനുസരിച്ചാണ് ഓരോന്നിൻ്റെ കുക്കിംഗ് വരാം. യെസ്, പെർഫെക്റ്റ്. നല്ല കളറും അല്ലേ. നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ട് കഴിക്കുന്ന ഭാഗം കാണാം. ഇതൊന്ന് ഞാനൊന്ന് പ്ലേറ്റ് ചെയ്യാം കേട്ടോ. പ്ലേറ്റ് ചെയ്തിട്ട് ഒന്ന് ഇത് കഴിക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഫീലൊന്ന് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പ്ലേറ്റിങ്ങിലായി. ഇനി ഇതൊന്ന് കഴിക്കട്ടെ. ഞാൻ ചെറിയ പ്ലേറ്റിങ്ങിന് വേണ്ടിയിട്ട് കളേഴ്സിന് വേണ്ടിയിട്ട് ഇവിടെ
കറിവേപ്പില ഒന്ന് ജസ്റ്റ് ഒന്ന് മുകളിൽ വെക്കുന്നുണ്ട്. നല്ല ഗ്രീൻ കളറും യെല്ലോ, റെഡ് ആൻഡ് ബ്രൗൺ ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതാ ആ കട്ടിങ് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് മീറ്റിൻ്റെ ആ ഒരു കുക്കിംഗ് ടൈമും അതിൻ്റെ ആ ഒരു ടെക്സ്ചറും പിന്നെ ആ ഗ്യാപ്പ് അടുപ്പിച്ച് വന്നില്ലേ. ചിക്കൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ് ബൈറ്റ്സ്, അതാണ് എന്നുവെച്ചാൽ ബൈറ്റ് എന്ന് പറയുന്നത് നമുക്ക് ആ ഒരു ഭയങ്കര ചിലപ്പോൾ ചിക്കൻ തമ്മിൽ ഇങ്ങനെ ഒരു ഹാർഡ്നെസ് ഇല്ല, അത് സീറോ ആണ്. എന്നുവെച്ചാൽ നമുക്ക് ആ ഒരു കട്ടിങ്ങിലൂടെ വരുന്നത് ഭയങ്കര സോഫ്റ്റ്നെസ്. ഇതെങ്ങനെയാണ് ഇതെന്നുള്ള ആ ഒരു കടിക്കുമ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതം വരും, ഇതെങ്ങനെ ലെയറായിട്ട് വന്നിരുന്നുള്ളത്. അതാണ് ഏറ്റവും പ്രത്യേകത. എന്നുവെച്ചാൽ ഇത് അറിയാത്ത ആൾക്കാർക്ക് ഇത് കൊടുക്കുമ്പോൾ ഇതെങ്ങനെ ലെയർ വരുന്നത്, ഇതെങ്ങനെ കട്ട് വരുന്നത് ഫ്ലേവറിലാണ് പെർഫെക്റ്റ് ആണ്. എന്നുവെച്ചാൽ പെപ്പർ ഞാൻ നേരത്തെ ഇട്ടില്ല, 1/2 ടേബിൾ സ്പൂൺ ഇട്ടില്ല, അത് തന്നെ നിങ്ങളും ഇട്ടോ. എന്ന് പറഞ്ഞാൽ ആ ക്വാണ്ടിറ്റി പക്കയാണ്. എന്താ പറഞ്ഞാൽ പെപ്പറിൻ്റെ ബൈറ്റും കൂടെ വരുമ്പോഴാണ് അത് ബാലൻസ്ഡ്. അത് നിങ്ങൾക്ക് ഇത് വെളിച്ചെണ്ണ ചെയ്താൽ എന്താ പറയുക ഒരു ക്രീമിൻ്റെ ടെക്സ്ചർ അറിയുന്നില്ല. ക്രീം എന്തിനാണെന്ന് അത് നമ്മൾ ബാലൻസ് ചെയ്താൽ. വെളിച്ചെണ്ണ ചെയ്തെങ്കിൽ പക്ക ഒരു ഓതൻറ്റിക് കേരള ഒരു ഫ്യൂഷൻ എന്ന് വെച്ചാൽ കേരളൻ ഡിഷിൻ്റെ ഫ്ലേവർ വരും, പ്രസൻറ്റേഷൻ വേറെ രീതിയിലാവും. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പോൾ ഞാനിവിടെ എല്ലാവരോടും ബബായ് പറയണേ. സൺഫ്ലവർ അല്ല, നിങ്ങൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചോ. അപ്പോൾ എല്ലാവരോടും ബബായ് പറയണേ. ടാറ്റാ, ബബായ്.